ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അവനെ അനുഗമിക്കും. അതിൽ ഒന്ന് അവന്റെ അഹലുകാരാണ്, രണ്ട് അവന്റെ മുതലാണ്, മൂന്ന് അവന്റെ അമലാണ്. അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം അവനെ മറവ് ചെയ്യുന്നത് വരെ ഈ മൂന്ന് കാര്യങ്ങളും അവനെ പിന്തുടരുകയും അവന്റെ കൂടെ നിൽക്കുകയും ചെയ്യും. ഇനി മരിച്ചു കഴിഞ്ഞ് അവനെ മറമാടിക്കഴിഞ്ഞാൽ അവന്റെ അഹലുകാരും അവന്റെ മുതലും അവനെ പിരിഞ്ഞു പോകും. അമല് മാത്രം അവർക്ക് തുണക്കായിട്ടുണ്ടാവും. നമ്മൾ ചെയ്തു കൂട്ടുന്ന സൽക്രമങ്ങൾ മാത്രമേ നമുക്ക് ഖബറിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റെല്ലാം നമ്മുടെ ഖബർ വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു സമ്പന്നനാണ് മരണപ്പെട്ടതെങ്കിൽ അവന്റെ സമ്പത്ത് കൊണ്ട് കുറെ ആളുകൾ ഖബർ വരെ വരാനും അത് ആഡംബരത്തോടു കൂടെ വരാനും ഒക്കെ അതുകൊണ്ട് കഴിഞ്ഞെന്ന് വരും. എന്നാൽ അഹലുകാരൊക്കെ, കുടുംബക്കാരൊക്കെ ഇവന്റെ കാര്യത്തിൽ വിഷമിച്ചുകൊണ്ടും ചിലർ ഗത്യന്തരമില്ലാതെയും അവൻ അനുഗമിച്ചുകൊണ്ട് ഖബർ വരെ വന്നേക്കാം. എന്നാൽ അവൻ ചെയ്തു കൂട്ടിയ സൽക്രമങ്ങൾ അത് അവന് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രക്ക് അത്യാവശ്യമാണ്. അമലുകളില്ലാതെ മറ്റൊന്നുകൊണ്ടും നമുക്ക് പിന്നീടുള്ള ജീവിതം പ്രയോജനപ്പെടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ അമലുകൾ മാത്രമേ പിന്നെ അവന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ. മറ്റ് രണ്ട് വിഭാഗവും അവനെ തൊട്ട് പിരിഞ്ഞു പോകും എന്നാണ് ഞാൻ പറയുന്നത്. അള്ളാഹു നല്ലത് പറയാനും സംസാരിക്കാനും കേൾക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.